ഹായ് ഓൾ വെൽക്കം ടു എഡ്യൂ ലൈൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓപ്പറേറ്റർ റിലേഷൻ ടേബിളിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഓപ്പറേറ്റർ റിലേഷൻ ടേബിളിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് അതും ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു അല്ലെ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഓപ്പറേറ്റർ റിലേഷൻ ടേബിളിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? സൈസ് ആണ്. ടേബിളിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? 4 ഓപ്പറേറ്റേഴ്സ് ആണ് ഇവിടെ ടോട്ടൽ ഉള്ളത് അല്ലെ? അതായത് ഐ ഡി ഉണ്ട്, പിന്നെ പ്ലസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ ഉണ്ട്, ഡോളർ ഉണ്ട്. അങ്ങനെ 4 ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 ഓപ്പറേറ്റർ വരുന്നെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? എത്ര എൻട്രി വരുന്നുണ്ട്? 16 എൻട്രീസ് നമുക്ക് വരുന്നുണ്ട് അല്ലെ? നമ്മുടെ ഈ ടേബിൾ മൊത്തത്തിൽ നോക്കി, അതായത് ഈ ഡാഷ് സിമ്പിൾ നോക്കണ്ട, അതൊഴികെ ബാക്കി എത്ര എൻട്രീസ് വരുന്നുണ്ട്? 16 എൻട്രീസ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ടേബിളിൽ 5 ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? 25 എൻട്രീസ് വരും അല്ലെ? 25 എൻട്രീസ് ടോട്ടൽ നമ്മുടെ ടേബിളിനകത്ത് കാണും. അപ്പോ അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇപ്പൊ n എൻട്രീസ് ഉണ്ടെങ്കിൽ, അതായത് n ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ഓഫ് n സ്ക്വയർ ആയിരിക്കും എന്താ അതിവിടെ നമ്മുടെ ഓപ്പറേറ്റേഴ്സിന്റെ അത് ടോട്ടൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് n സ്ക്വയർ സൈസ് ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത്, അപ്പൊ ഇതായിരിക്കും നമ്മുടെ സൈസ് ഓഫ് ദ ടേബിൾ. ഓർഡർ ഓഫ് n സ്ക്വയർ ആയിരിക്കും സൈസ് ഓഫ് ദ ടേബിൾ വരിക. അപ്പൊ n ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓർഡർ ഓഫ് n സ്ക്വയർ ആയിരിക്കും സൈസ് ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലെ? അപ്പൊ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു സംഭവം കൊണ്ടുവന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരെന്താ? ആ ഒരു ടേബിളിനെ നമ്മൾ വിളിക്കുന്നത് ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ എന്നാണ്. ഓക്കെ, ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിളിലേക്ക് നമ്മൾ വരാൻ കാരണം ഓപ്പറേറ്റർ റിലേഷൻ ടേബിളിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്, അതിന്റെ സൈസ് ആണ്. സൈസ് ഭയങ്കര പ്രശ്നമാണ് അല്ലെ? ആ ടേബിളിന്റെ സൈസ് പ്രശ്നമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ എന്നുള്ളത്. ഓക്കെ, അപ്പം ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റർ റിലേഷൻ ടേബിളിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എന്ത് ഓപ്പറേറ്റർ റിലേഷൻ ടേബിൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് ശരിക്കും എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോയും ഉണ്ട് കോളവും ഉണ്ട് അല്ലെ? നമുക്ക് ഈ ടേബിൾ നോക്കിയാൽ റോയും കോളവും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ, അതായത് ഈ റോയെ നമ്മൾ എന്ത് ചെയ്യുന്നു? റോയെ നമ്മൾ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഉള്ളത് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ കോളത്തെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ റോ എന്ന് പറയുന്ന എഫ് എന്ന ഫംഗ്ഷൻ വെച്ചിട്ടും നമ്മൾ കോളത്തെ നമ്മൾ ജി എന്ന ഫംഗ്ഷൻ വെച്ചിട്ടും. അപ്പം നിങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്? എഫ് ഐ ഡി ഉണ്ട്, എഫ് പ്ലസ് ഉണ്ട് അല്ലെ? എഫ് വെച്ചിട്ടാണെങ്കിൽ ഈ റോ നോക്കിയാൽ എന്തുണ്ട്? എഫ് ഐ ഡി വരുന്നുണ്ട്, പിന്നെ എന്തുണ്ട്? എഫ് പ്ലസ് വരുന്നുണ്ട്, പിന്നെ എഫ് സ്റ്റാർ വരുന്നുണ്ട്, എഫ് ഡോളർ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ജിയുടെ കേസ് നോക്കിയാൽ എന്തൊക്കെയാ വരുന്നത്? അതുപോലെ തന്നെ ജി ഐ ഡി നമുക്ക് വരുന്നുണ്ട്, ജി പ്ലസ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം, പിന്നെന്താണ്? ജി സ്റ്റാർ ഉണ്ട്, പിന്നെ ജി ഡോളറും ഉണ്ട്. കണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നമ്മൾ ഈ രണ്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, എഫും ജിയും വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എഫിന്റെയും ജിയും ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഗ്രാഫിനെ ക്രിയേറ്റ് ചെയ്യും. ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രീസ് ഉണ്ടല്ലോ, അതായത് നമുക്ക് എഫ് വെച്ചിട്ടാണെങ്കിൽ എഫ് ഐ ഡി, എഫ് പ്ലസ്, എഫ് സ്റ്റാർ, എഫ് ഡോളർ. ജി വെച്ചിട്ട് നമ്മുടെ ടോപ്പ് ആണ് അല്ലെ? ഇവിടെ നോക്കിയാൽ ഇതാണ് നമ്മുടെ ജി എന്ന് പറയുന്നത് അല്ലെ? ഇത് നമ്മുടെ ജി ആണ്, ഇത് നമ്മുടെ എഫ് ആണ് അല്ലെ? ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത്. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇത്, ജി എന്ന് പറയുന്നത് ഇവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ? ജിക്ക് ജി ഐ ഡി വരും, ജി പ്ലസ് വരും, ജി സ്റ്റാർ വരും, ജി ഡോളർ വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. ഇനി എങ്ങനെ ഗ്രാഫ് വരയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഐ ഡി എടുക്കുക. ഓക്കെ, അപ്പൊ ഐ ഡി എന്താണ്? ഐ ഡി ഒന്നുമില്ല, നോ എൻട്രി ആണ് അല്ലെ? ഇനി നോക്കുക എഫ് ഐ ഡി, ഈ ഐ ഡിയും പ്ലസ് നോക്കിക്കുക, അതായത് എഫ് ഐ ഡിയും ജി പ്ലസും. ഓക്കെ, അപ്പൊ ഐ ഡിയും പ്ലസ് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ് അല്ലെ? ഈ ഗ്രേറ്റർ ദാനെ നിങ്ങൾ ആരോ ആയിട്ട് എടുക്കണം, ഒരു ആരോ, അതായത് എഫ് ഐ ഡിയിൽ നിന്ന് ജി പ്ലസിലേക്ക് പോകുന്ന പോലത്തെ ആരോ. ഓക്കെ, അതായത് ആരോയുടെ കൂർത്ത ഭാഗം അങ്ങോട്ടല്ല ഇരിക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടല്ല ഇരിക്കുന്നത്. അപ്പം എഫ് ഐ ഡിയിൽ നിന്നാണ് നമ്മൾ ജി പ്ലസിലേക്ക് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. കണ്ടോ? ഇതാണ്. അപ്പൊ ഈ ആരോയുടെ പൊസിഷൻ നോക്കണേ. ആരോ അങ്ങോട്ട് ഇരിക്കുമ്പോഴത്തേക്കിനും എന്താണ്?
എഫ് ഐ ഡിയിൽ നിന്ന് ജി പ്ലസിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ നമ്മുടെ എഫ് ഐ ഡിയിൽ നിന്ന് നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണ്? ജി പ്ലസിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. കണ്ടോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് നമുക്ക് എന്താണുള്ളത്? നെക്സ്റ്റ് നമുക്ക് എഫ് പ്ലസ് ആണുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെ നോക്കിയാൽ എഫ് പ്ലസിൽ നിന്ന് എങ്ങനെയാണ്? എഫ് പ്ലസിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നുള്ളത് നോക്കുക. എഫ് പ്ലസിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എഫ് ഐ ഡിയുടെ കേസ് തന്നെ എടുത്ത് നോക്കിയേ. എഫ് ഐ ഡിയിൽ നിന്ന് നെക്സ്റ്റ് ജി സ്റ്റാറിലേക്ക് എങ്ങനെയാ പോകുന്നത്? എഫ് ഐ ഡിയിൽ നിന്ന് ജി സ്റ്റാറിലേക്ക് പോകുന്നത്. എഫ് ഐ ഡിയിൽ നിന്ന് ജി സ്റ്റാറിലേക്ക് എന്ന് പറയുന്നത് നോക്കിയാൽ ആരോ എന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ എഫ് ഐ ഡിയിൽ നിന്ന് വേണം ജി സ്റ്റാറിലേക്ക് പോകാൻ. അപ്പൊ എഫ് ഐ ഡിയിൽ നിന്ന് നമുക്ക് ജി സ്റ്റാറിലേക്കും പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ എഫ് ഐ ഡിയിൽ നിന്ന് ജി സ്റ്റാറിലേക്ക് നമ്മൾ പോയി. അപ്പൊ എഫ് ഐ ഡിയിൽ നിന്ന് ജി പ്ലസിലേക്ക് നമ്മൾ ഓൾറെഡി പോയി. ഇനി എഫ് ഐ ഡിയിൽ നിന്ന് നമുക്ക് പോകാനുള്ളത് ജി സ്റ്റാറിലേക്കാണ്. നമ്മൾ ഈ കണക്ഷൻ അതുപോലെ കംപ്ലീറ്റ് കണക്ഷൻസ് നമ്മൾ വരയ്ക്കണം. ഇനി നോക്കിയേ, ഇനി എഫ് ഐ ഡിയിൽ നിന്ന് ജി ഡോളറിലേക്ക്, അതും അങ്ങോട്ടാണ് പോകേണ്ടത് അല്ലെ? ആരോ അങ്ങോട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ എഫ് ഐ ഡിയിൽ നിന്ന് വേണം ജി ഡോളറിലേക്ക് പോകാൻ. അപ്പൊ എഫ് ഐ ഡിയിൽ നിന്ന് നമുക്ക് ജി ഡോളറിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ അത് തമ്മിൽ നമുക്കൊരു കണക്ഷൻ വരയ്ക്കാം. ഞാൻ ഈ വരയ്ക്കുന്ന കണക്ഷൻ ഒക്കെ വളഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കാം. ഇനി എന്താണ്? ഇനി നമ്മൾ പ്ലസ് എടുക്കുക. എഫ് പ്ലസിൽ നിന്ന് എങ്ങോട്ടാണ്? ജി ഐ ഡിയിലേക്ക്. കണ്ടോ? അപ്പൊ ഇവിടെ എൻട്രി ഉണ്ടല്ലോ. അപ്പൊ എഫ് പ്ലസിൽ നിന്ന് ജി ഐ ഡിയിലേക്ക്. അത് നിങ്ങൾ നോക്കി, എഫ് പ്ലസും ജി ഐ ഡി എടുത്തു കഴിഞ്ഞാൽ ആരോ കിടക്കുന്ന ഇങ്ങോട്ടാണ് അല്ലെ? അപ്പൊ നമ്മൾ വരയ്ക്കേണ്ടത് എന്താണ്? ജി ഐ ഡിയിൽ നിന്ന് എഫ് പ്ലസിലേക്ക് വേണം പോകാൻ. ഓക്കെ, ജി ഐ ഡിയിൽ നിന്ന് എഫ് പ്ലസിലേക്കാണ് പോകുന്നത്. അതായത് ജി ഐ ഡിയിൽ നിന്ന് നമ്മൾ എഫ് പ്ലസിലേക്ക് നമ്മൾ പോകണം. ആരോ. ഓക്കെ, ആരോടെ ഇത് ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ നിങ്ങൾ ആരോയുടെ ഹെഡ് ആയിട്ട് എടുത്താൽ മതി. അപ്പൊ എങ്ങോട്ടാണ് ഡയറക്ഷൻ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. ഇനി നോക്കിയേ, ഇനി എഫ് പ്ലസും ജി പ്ലസും കൂടെ നോക്കിയേ. എഫ് പ്ലസും ജി പ്ലസും ആണെങ്കിൽ എന്താണ്? അങ്ങോട്ടാണ് വരുന്നത് അല്ലെ? അതായത് എഫ് പ്ലസിൽ നിന്നാണ് ജി പ്ലസിലേക്ക് പോകേണ്ടത്. അപ്പൊ എഫ് പ്ലസിൽ നിന്ന് നമുക്ക് ജി പ്ലസിലേക്ക് പോകാം. ഉണ്ടോ? എഫ് പ്ലസിൽ നിന്ന് ജി പ്ലസിലേക്ക് പോയി. നെക്സ്റ്റ് നോക്കിയേ, എഫ് പ്ലസിൽ നിന്ന് നമ്മൾ എഫ് പ്ലസിൽ നിന്ന് നെക്സ്റ്റ് എന്താണ്? അടുത്ത് എഫ് പ്ലസും ജി സ്റ്റാറും നോക്കുക. അതായത് ഇത് എഫ് പ്ലസും ജി സ്റ്റാറും നോക്കിയാൽ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലെ? അപ്പൊ ജി സ്റ്റാറിൽ നിന്ന് വേണം എഫ് പ്ലസിലോട്ട് പോകാൻ. ജി സ്റ്റാറിൽ നിന്ന് തിരിച്ച് നമ്മൾ എഫ് പ്ലസിലേക്ക് നമ്മൾ പോകണം അല്ലെ? ജി സ്റ്റാറിൽ നിന്ന് കേട്ടോ, ജി സ്റ്റാറിൽ നിന്ന് എഫ് പ്ലസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് വരുന്നത്? ഇനി നമുക്ക് ഡോളർ ആണ് അല്ലെ? അതായത് എഫ് പ്ലസും ജി ഡോളറും നോക്കുക. അപ്പൊ അങ്ങോട്ടാണ് പോകേണ്ടത് അല്ലെ? അതായത് എഫ് പ്ലസിൽ നിന്ന് ജി ഡോളറിലേക്കാണ് പോകേണ്ടത് അല്ലെ? അപ്പൊ എഫ് പ്ലസിൽ നിന്ന് ജി ഡോളറിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. സോ എഫ് പ്ലസിൽ നിന്ന് ജി ഡോളറിലേക്ക് നമ്മൾ പോയി. ഓക്കെ, അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? ഇതുപോലെ കംപ്ലീറ്റ് വരയ്ക്കാം നിങ്ങൾക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ നോക്കിയാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ നോക്കിയാൽ ഇവിടെ എഫ് സ്റ്റാറും ഉണ്ട്, ജി ഐ ഡി ഉണ്ട് അല്ലെ? അപ്പൊ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ജി ഐ ഡിയിൽ നിന്ന് എഫ് സ്റ്റാറിലേക്കാണ് പോകേണ്ടത്. ജി ഐ ഡിയിൽ നിന്ന് എഫ് സ്റ്റാറിലേക്കാണ് പോകുന്നത്. കണ്ടോ? ജി ഐ ഡിയിൽ നിന്ന് നമ്മൾ എഫ് സ്റ്റാറിലേക്കാണ് പോകുന്നത്. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്? നെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് വരുന്നത്? എഫ് സ്റ്റാറും വരുന്നുണ്ട്, ജി പ്ലസും വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടാണ്. അപ്പം എഫ് സ്റ്റാറിൽ നിന്ന് ജി പ്ലസിലേക്കാണ് പോകേണ്ടത്. എഫ് സ്റ്റാറിൽ നിന്ന് നമ്മൾ തിരിച്ച് ജി പ്ലസിലേക്ക് പോകണം. എഫ് സ്റ്റാറിൽ നിന്ന് ജി പ്ലസിലേക്ക് പോവുക. ഇനി നെക്സ്റ്റ് എന്താണ് വരുന്നത്? ഇനി നമുക്ക് എഫ് സ്റ്റാറും ജി സ്റ്റാറും നോക്കാം. എഫ് സ്റ്റാറും ജി സ്റ്റാറും ആണെങ്കിൽ അങ്ങോട്ടാണ്. അപ്പം എഫ് സ്റ്റാറിൽ നിന്ന് ജി സ്റ്റാറിലേക്കാണ് പോകേണ്ടത്. എഫ് സ്റ്റാറിൽ നിന്ന് നമ്മൾ ജി സ്റ്റാറിലേക്കാണ് പോകേണ്ടത്. കണ്ടോ? വരച്ചു. ഇനി നെക്സ്റ്റ് എന്താണ് വരുന്നത്? എഫ് സ്റ്റാറും ഉണ്ട്, ജി ഡോളറും ഉണ്ട് അല്ലെ? എഫ് സ്റ്റാറും ജി ഡോളറും നോക്കിയാൽ അങ്ങോട്ടാണ്. അപ്പൊ എഫ് സ്റ്റാറിൽ നിന്നാണ് ജി ഡോളറിലേക്ക് പോകേണ്ടത്. എഫ് സ്റ്റാറിൽ നിന്ന് നമ്മൾ ജി ഡോളറിലേക്ക് പോകാം. ജി ഡോളറിലേക്ക് പോയി. കണ്ടോ? ഇനി നെക്സ്റ്റ് എന്താണ്? ഇനി ലാസ്റ്റ് നോക്കുക, ഡോളർ. അതായത് എഫ് ഡോളർ, ലാസ്റ്റ് റോ. എഫ് ഡോളറും ജി ഐ ഡിയും കൂടെ നോക്കിയാൽ ഇങ്ങോട്ടാണ്. അപ്പൊ ജി ഐ ഡിയിൽ നിന്നാണ് എഫ് ഡോളറിലേക്ക് പോകേണ്ടത്. ജി ഐ ഡിയിൽ നിന്ന് നമ്മൾ എഫ് ഡോളറിലേക്ക് പോകണം. ജി ഐ ഡിയിൽ നിന്ന് എഫ് ഡോളറിലേക്ക് പോയി. ഇനി നെക്സ്റ്റ് നോക്കിയാൽ എന്താണ്? നമുക്ക് എഫ് ഡോളറും ഉണ്ട്, ജി പ്ലസും ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് തന്നെയാണ്. അപ്പൊ ജി പ്ലസിൽ നിന്ന് എഫ് ഡോളറിലേക്കാണ് പോകേണ്ടത്. ജി പ്ലസിൽ നിന്ന് എഫ് ഡോളർ. സോ ജി പ്ലസിൽ നിന്ന് നമ്മൾ എഫ് ഡോളറിലേക്ക് പോയി. നെക്സ്റ്റ് എന്താണ് വരുന്നത്? നെക്സ്റ്റ് ലാസ്റ്റ് എൻട്രി വരുന്നത് എന്താണ്? എഫ് ഡോളറും ജി സ്റ്റാറും ആണ് അല്ലെ? അതും ഇങ്ങോട്ട് തന്നെ. അപ്പം ജി സ്റ്റാറിൽ നിന്ന് വേണം എഫ് ഡോളറിലേക്ക് പോകാൻ. കാരണം ആരോ നമുക്ക് ഇങ്ങോട്ടാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. അപ്പം ജി സ്റ്റാറിൽ നിന്ന് എഫ് ഡോളറിലേക്ക് പോകണം. ജി സ്റ്റാറിൽ നിന്ന് എഫ് ഡോളറിലേക്ക് നമ്മൾ പോയി. കണ്ടോ? അപ്പൊ നമ്മുടെ എൻട്രീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഈ ഗ്രാഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഈ പരിപാടി നിർത്തുക, നിർത്താം. അതായത് ഫർദർ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഗ്രാഫിൽ സൈക്കിൾ ഇല്ലെങ്കിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ, ഈ ഗ്രാഫിൽ ശരിക്കും സൈക്കിൾ ഇല്ല. നിങ്ങൾ വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ, ഇതിപ്പോ ഞാൻ ഇങ്ങനെ അങ്ങനെ വരച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവത്തില്ല, പെട്ടെന്ന് വിടരുത്. പക്ഷെ ഇതിൽ സൈക്കിൾ ഇല്ല. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തുടങ്ങിയിട്ട് അവിടെ തന്നെ എത്തുന്നതാണല്ലോ സൈക്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സൈക്കിൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഈ ഗ്രാഫിനകത്ത്. ഇതിനകത്ത് സൈക്കിൾ ഇല്ല. അതുകൊണ്ട് സൈക്കിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പരിപാടി നമുക്ക് ഇവിടെ വെച്ച് തന്നെ നിർത്താം. സൈക്കിൾ ഇല്ലെങ്കിൽ നമുക്ക് ഫർദർ ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ഇപ്പൊ ഇതിൽ സൈക്കിൾ ഇല്ല, സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പോകാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ FID, GID, F+, G+, F*, G* എല്ലാ സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ നിന്ന് ലോങ്സ്റ്റ് പാത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ലോങ്സ്റ്റ് പാത്തിന്റെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ FID എടുക്കുന്നെങ്കിൽ ലോങ്സ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, FID ആണെങ്കിൽ FID-യിൽ നിന്ന് നിങ്ങൾക്ക് ആ കറക്റ്റ് പാത്ത് ആരോയുടെ പൊസിഷൻ വെച്ചിട്ട്, ആരോ പോകുന്ന വെച്ചിട്ട് നിങ്ങൾക്ക് ലോങ്സ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ FID-യിൽ നിന്ന് നിങ്ങൾക്ക് G*ലേക്ക് പോകാൻ പറ്റും. G*ൽ നിന്ന് നിങ്ങൾക്ക് F+ലേക്ക് പോകാൻ പറ്റും. നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതിയേ, ചെയ്തു നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. F+ലേക്ക് കിട്ടും. F+ൽ നിന്ന് നിങ്ങൾക്ക് G+ൽ പോകാൻ പറ്റും. G+ൽ നിന്ന് നിങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ പറ്റും? $ലേക്ക് പോകാൻ പറ്റും. ഇതാണ് ശരിക്കും FID-യുടെ ലോങ്സ്റ്റ് പാത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GID-യുടെ ലോങ്സ്റ്റ് പാത്ത് നോക്കിയാൽ GID-യിൽ നിന്ന് നിങ്ങൾക്ക് F*ലേക്ക് പോകാം. F*ലേക്ക് പോകാം. F*ൽ നിന്ന് നിങ്ങൾക്ക് G*ലേക്ക് പോകാം. അതായത് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലെങ്ത് വേണം കണ്ടുപിടിക്കാനേ. G*ലേക്ക് പോകാം. അവിടെ നിന്ന് നിങ്ങൾക്ക് F+ലേക്ക് പോകാൻ പറ്റും. F+ൽ നിന്ന് നിങ്ങൾക്ക് G+ലേക്ക് പോകാൻ പറ്റും. G+ലേക്ക് പോകാം. G+ൽ നിന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന $ൽ പോകാൻ പറ്റും. $ലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് കഴിഞ്ഞു. അപ്പൊ ഇതാണ്. അപ്പം ഇവിടെ നോക്കിയേ, ലോങ്സ്റ്റ് പാത്ത്, FID-യുടെ ലോങ്സ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ എത്ര ആരം ഉണ്ടെന്ന് നോക്കിയാൽ 1, 2, 3, 4, 4 ആരമുണ്ട് ഇവിടെ, 4. ഇനി GID-യുടെ കേസിൽ നോക്കുക, എത്ര ലോങ്സ്റ്റ് പാത്ത് എന്താ, എത്ര ആരം ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1, 2, 3, 4, 5 ആരമുണ്ട്. ഓക്കെ, അപ്പൊ 5 ആണ് ഇതിന്റെ GID-യുടെ ലോങ്സ്റ്റ് പാത്ത്. FID-യുടെ ലോങ്സ്റ്റ് പാത്ത് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇനി ഈ ലോങ്സ്റ്റ് പാത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിള്, അതായത് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. എന്ത് ടേബിൾ ആയിരുന്നു അത്? ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ. ഓക്കെ, അപ്പൊ പാത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇപ്പൊ ആ ഒരു കേസ് നോക്കിയാൽ, ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിളിന്റെ ഒരു കേസ് നോക്കിയാൽ നമുക്ക് ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ. ഇങ്ങനെയാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് F വരുന്നുണ്ട്, Gയും വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മുടെ ആ ടെർമിനൽ സിംബൽസുകൾ ID പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ സിംബൽ $. ഓക്കെ, ഇത് നമ്മുടെ ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ ആണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവിടെ കൊടുത്തതേ ഉള്ളൂ. ഈ മോളിൽ കൊടുക്കുന്നതാണ് നമ്മൾ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ. ഇനി നോക്കുക, FID-യുടെ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? FID ആണെങ്കിൽ എന്ത് വരും? 4 വരും അല്ലെ? FID-യിൽ നിന്നുള്ള ലോങ്സ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലെ? ഇനി F+ന്റെ ലോങ്സ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലായി. F+ ആണെങ്കിൽ, F+ന്റെ കേസ് ആണെങ്കിൽ ഇത് നോക്കിയേ, F+ൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? F+ന്റെ കേസ് ഇവിടെ F+ നോക്ക്. F+ൽ നിന്ന് 1, 2 വരുന്നുള്ളൂ കണ്ടോ, ലാസ്റ്റ് വരെ 2. അപ്പൊ 2 ആണ് F+ന്റെ ലോങ്സ്റ്റ് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് F+ന്റെ ലോങ്സ്റ്റ് പാത്ത് 2 വരും. ഇനി അതുപോലെ തന്നെ F* ആണെങ്കിൽ 4 ആയിരിക്കും വരുന്നത്. F$ ആണെങ്കിൽ 0 ആ വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അവിടുന്ന് എങ്ങോട്ടും പോകുന്നൊന്നുമില്ല. Gയുടെ കേസിലാണെങ്കിൽ ഇവിടെ 5 വരും. GID ആണ് 5 ആണ് ലോങ്സ്റ്റ് പാത്ത്. അതായത് ലോങ്സ്റ്റ് പാത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. G+ ആണെങ്കിൽ 1 വരുള്ളൂ. G* ആണെങ്കിൽ എത്ര വരും എന്നറിയാം? 3 വരും. മറ്റേത് 0 വരും. $G ആണ് 0. ഇതാണ് അതിന്റെ എൻട്രി എന്ന് പറയുന്നത്. ഇത് ലോങ്സ്റ്റ് പാത്തിന്റെ ലെങ്ത് ആണ് പറയുന്നത്. ഓക്കെ, FID എന്ന് പറഞ്ഞാൽ അവസാനം വരെ ഏറ്റവും ലോങ്സ്റ്റ് പാത്ത്, FID-യുടെ ഏറ്റവും ലോങ്സ്റ്റ് പാത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 ആണ്. F+ന്റെ ഏറ്റവും ലോങ്സ്റ്റ് പാത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്. F*ന്റെ ലോങ്സ്റ്റ് പാത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്. $. വരുമ്പോൾ പിന്നെ ഒന്നുമില്ല, അങ്ങോട്ടൊന്നും പോകുന്നില്ലല്ലോ, അപ്പൊ 0 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇത് വരച്ചത്. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ ഇതാണ്, ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.